കോഴിക്കോട് വിലങ്ങാട് ഉരുട്ടി ഭാഗത്ത് വൻ ചുഴലിക്കാറ്റ്. പാറക്കടവ്, വാണിമേൽ, മൊകേരി, നാദാപുരം ഭാഗങ്ങളിൽ ഇന്ന് പുലർച്ചെ കാറ്റ് വീശി. പ്രദേശത്തെ നിരവധി മരങ്ങൾ കടപുഴകി. നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ദിൽഷ തിലകൻ നൽകും വിശദാംശങ്ങൾ. ദിൽഷ, വലിയ ചുഴലിക്കാറ്റാണ്. എത്രത്തോളം വീടുകൾക്ക് നാശനഷ്ടമുണ്ട്? ഈ ആളുകളെയൊക്കെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? നിലവിലെ അവസ്ഥ എന്താണ്? ഇന്നലെ മുതൽ തന്നെ തുടങ്ങുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ്. ഇന്നും ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. മലയോര മേഖലയിലാണെങ്കിലും നഗരപ്രദേശങ്ങളിലാണെങ്കിലും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട് വിലങ്ങാട് ഉരുട്ടി ഭാഗത്താണ് വൻ ചുഴലിക്കാറ്റ് വീശിയടിച്ചിട്ടുള്ളത്. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് പാറക്കടവ്, വാണിമേൽ, മൊകേരി, നാദാപുരം ഭാഗങ്ങളിലും ഇന്ന് പുലർച്ചയോടുകൂടി കാറ്റ് വീശിയിട്ടുണ്ട്. പ്രദേശത്ത് നിരവധി മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. ഇവിടുത്തെ നിരവധി വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നിരവധി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ നാശനഷ്ടത്തിന്റെ ഏതൊക്കെ വീടുകളിൽ ഇപ്പോൾ നിലവിൽ നാശനഷ്ടം ഉണ്ടായി എന്നൊരു കാര്യം വ്യക്തമായിട്ടില്ല. കാരണം പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നാദാപുരം മേഖലയിൽ 3 വാർഡുകളിലായിട്ടാണ് ഈ കാറ്റ് വീശിയത്. 15ഓളം വീടുകൾക്ക് സാരമായിട്ട് തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ ആരെയും ഇതുവരെയും മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ അത്തരത്തിൽ ആളപായ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചേക്കാം എന്നാണ് നമുക്ക് ഈ പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ അവിടെ ആളുകൾ ഈ മരങ്ങൾ കടപുഴകിയതൊക്കെ തന്നെ റോഡിൽ നിന്നും മാറ്റുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് കക്കയം ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടി കക്കയം ഡാം തുറക്കും. അണക്കെട്ടിൽ നിന്ന് നിയന്ത്രിത അളവിലുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കും. ഇവിടെ പുഴയോരങ്ങളിലുള്ളവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, മാവൂരിൽ ഈ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശമാണ്. നിലവിൽ അവിടെയുള്ള വീടുകൾക്കൊക്കെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല. എന്നാൽ ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇവിടെ നല്ല രീതിയിലുള്ള കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും ഒരു ജാഗ്രതാ നിർദ്ദേശം, അത്യാവശ്യ സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാറി താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭാഗത്ത് ഈ ചുഴലിക്കാറ്റിന് ശേഷം വ്യാപകമായി വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവിടെ സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തുകയോ ആളുകളുമായി സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ KSEB അധികൃതരെത്തിയിട്ട് ഈ പൊട്ടി വീണ വൈദ്യുതി ലൈൻ ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ട് വീടിന് മുകളിലേക്ക് വീണ മരങ്ങളൊക്കെ തന്നെ അവിടുന്ന് മുറിച്ച് മാറ്റുന്നതിനായിട്ടുള്ള നടപടികളെല്ലാം ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. മാത്രമല്ല ഏകദേശം എത്ര വീടുകൾക്ക് നമ്മൾ ഏകദേശമായി ഒരു നാദാപുരം മേഖലയിൽ 3 വാർഡുകളിലായിട്ട് 15ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൽ കൂടുതൽ വീടുകൾ ഉണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി അധികൃതർ എത്തി വേണം അതിന്റെ ഒരു വ്യക്തമായ കണക്കുകൾ ലഭ്യമാകാൻ. ശരി ദിൽഷ, കോഴിക്കോട് വിലങ്ങാട് ഉരുട്ടി ഭാഗത്താണ് വൻ ചുഴലിക്കാറ്റുണ്ടായത്. വൻ നാശനഷ്ടങ്ങളുടെ പാറക്കടവ്, വാണിമേൽ, മൊകേരി, നാദാപുരം ഭാഗങ്ങളിൽ ഇന്ന് പുലർച്ചയോടെയാണ് വലിയ തോതിൽ കാറ്റ് വീശിയത്. നിരവധി മരങ്ങൾ കടപുഴകി. വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ, ജീവനക്കാരടക്കം എത്തി അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. നാദാപുരം മേഖലയിൽ മാത്രം 3 വാർഡുകളിൽ 15ഓളം വീടുകൾക്ക് ഇത്തരത്തിൽ ചുഴലിക്കാറ്റിൽ കേടുപാടുകൾ സംഭവിച്ചെന്നാണ് റിപ്പോർട്ട്. ദിൽഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.